ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ലോങ് വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. ലോങ് വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, ഷോർട്സ് തന്നെ ഇട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലോങ് വീഡിയോയും കൂടി ഇട്ടാലേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോയും കൂടി ഇടാൻ തീരുമാനിച്ചത്. ഇത് എൻ്റെ വീട്ടിൽ ഞാനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഓൾറെഡി സ്പീഡിൽ സംസാരിച്ച് നല്ല ഉറക്കം സംസാരിച്ചാണ് ശീലം. പക്ഷെ ലോങ് വീഡിയോയിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് 2 പിള്ളേരും വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെ കാണാൻ വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നേട്ടാ. അപ്പം വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. എപ്പോഴും വീഡിയോ എടുത്ത് വെക്കണ കാരണേ കുറേ വീഡിയോസ് മിസ്സാവും. നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് കഴിയുമ്പോഴും പഴയത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പുതിയതും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അമ്മ മീൻകറി വെക്കാനായിട്ട് എക്സ്പേർട്ട് ആട്ടോ. ഞാനൊന്നും അതിൻ്റെ 7 അയൽവക്കത്ത് പോലും വരില്ല. അമ്മേരെ മീൻകറിയുടെ അടുത്ത് വരില്ല. വീട്ടിലെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു. അതിൽ കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ചാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ മാമ്പഴപ്പുളിശ്ശേരി. ഞാൻ ലോങ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിള്ളേർക്ക് ലൂസ് മോഷൻ ആയിരുന്നു. ഇതേപോലെ തന്നെ അമ്മയ്ക്ക് ലൂസ് മോഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും 3 പേരും കൂടെ കഴിച്ച് എന്തോ ഫുഡിൽ നിന്നാണ് ഇവർക്ക് ലൂസ് മോഷൻ വന്നേട്ടാ. അപ്പം അമ്മയ്ക്ക് ഫുഡൊന്നും വെക്കാൻ വയ്യായിരുന്നു. അമ്മ എന്നാലും വെച്ചതാണ്. ഞങ്ങൾ വരുന്ന അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു 4 മണിക്ക് ആയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പോയി വന്നപ്പോൾ അമ്മ ഒരു ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച കേക്കാണ് കേട്ടോ, പക്ഷെ ഷിഫോണിന്റെ ബ്രെഡാണത്. പക്ഷേ ഉണ്ടല്ലോ ഇതിന്റെ മോൾ ഭാഗത്ത് ഫുൾ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് അടിഭാഗത്ത് നല്ല ബട്ടർ ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ബ്രെഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ ഈ ഭാഗത്ത് ഒരു കൈരളി ബേക്കറി ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഭാഗത്തേക്കൊക്കെ ബ്രെഡ് സെയിൽ ചെയ്യുന്നത്. ബ്രെഡ് കേക്ക് ഇതൊക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കൈരളി ബേക്കറിയിലത്തെ ബ്രെഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചു. ഞങ്ങൾ തന്നെയായിട്ട് അത് കഴിച്ചു തീർത്തത്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാവട്ടെ. കാരണം എൻ്റെ ബ്രദർ ഒരു പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് നിറയെ ഉണ്ടാവും. ഒരു പെട്ടി നിറച്ച് 1 or 2 പെട്ടി നിറച്ച് പലഹാരങ്ങൾ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതും ഇതൊക്കെ എടുത്ത് കഴിച്ച് വണ്ണം വെച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ വീർത്തിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. പിന്നെ അത് ഈ കാണുന്നത് എഗ് ഫ്രൂട്ടാണ് കേട്ടോ. അതെൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അത് പറക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് എൻ്റെ അമ്മയും ഈ 2 പിള്ളേരും കൂടാണ് ഇത് കഴിച്ചത്. ഈ എഗ് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുട്ടപ്പഴല്ലേ, അത് കഴിച്ചിട്ടാണ് ഇവർക്ക് 3 പേർക്ക് ഒരുമിച്ച് ഈ വയറിളക്കം വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കനാലിൽ മീൻ പിടിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളല്ല, അച്ഛനും മക്കളും കൂടെ പോവാട്ടോ, ഞാൻ പോയില്ല. അപ്പോൾ അവരിതേ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളായതുകൊണ്ടേ ആൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്താട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്ന എല്ലാ ഷോർട്ട് വീഡിയോസും ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാവും. കാരണം നമ്മളിതൊന്നും എക്സ്പേർട്ട് അല്ലല്ലോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇതൊക്കെ ഞാനെടുത്ത വീഡിയോസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ ഷെയ്ക്ക് ചെയ്ത് അങ്ങനെ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഇനി നമ്മളിതൊക്കെ പഠിച്ച് വരണം. നമ്മളിതൊക്കെ എക്സ്പേർട്ടായി മാറും ഒരു കാലത്തിലോ. അപ്പോൾ ഇത് എൻ്റെ ഓരോ കാറ്റായങ്ങളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇതേ ബാക്കിൽ എടുക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഓട്ടോറിക്ഷയാണ്. എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഞാൻ മോട്ടിവേഷൻ വീഡിയോസിനെ പറ്റി പറയാട്ടോ. മോട്ടിവേഷൻ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു 10-25 എണ്ണം ചെയ്തിട്ടുണ്ട്. എനിക്ക് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം. നമ്മൾ ഒരു 3, 4, 5 ദിവസം വിചാരിച്ചാലാണ് ഒരു വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സ്ട്രെസ്സ് വരിക. പിന്നെ എന്തായാലും പിള്ളേർക്ക് വെക്കേഷൻ ആണല്ലോ. അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് ഒട്ടും നിവർത്തിയില്ല. പിന്നെ എനിക്കത് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അധികം ചെയ്യില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിന് അത് ഇഷ്ടമാണെങ്കിലും എനിക്കതൊരു സ്ട്രെസ്സ് തരുന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ മോട്ടിവേഷൻ പറഞ്ഞു തരാമെന്നല്ലാതെ എനിക്ക് അങ്ങനെ ഫോട്ടോസ് എടുത്ത് നിങ്ങളെന്നെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഫോട്ടോ എടുത്ത് എനിക്കതൊരു പ്രത്യേക ഒരു എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. അതായത് എനിക്കെന്തോ പറ്റാത്തൊരു കാര്യം മാറിയതുകൊണ്ടാണ് ഞാനത് അവസാനിപ്പിച്ചത്. എനിക്കത് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ കാര്യമില്ല, നമ്മുടെ മനസ്സിനും കൂടെ അത് ഇഷ്ടപ്പെടണ്ടേ. അപ്പം അത്രയാണ് കാര്യം. അച്ഛനും മക്കളും കൂടെ കനാലിൽ നല്ല കളിയാണ്. ഈ കളി കഴിഞ്ഞിട്ടാണ് മീൻപിടുത്തം. ഒരു 10-25 ചെറിയ മീനുകളില്ലേ, അതായത് വരാലല്ല മീനിൻ്റെ പേര് ഞാൻ മറന്നു. ആ മീനുകളൊക്കെ പിടിച്ചുട്ടാ. പിടിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ, ഞങ്ങൾ തലേ ദിവസം പോന്നപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ 2-3 മീനുകൾ ചത്ത് കിടക്കണു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ വളർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളതിനെ അവിടേക്ക് തന്നെ തിരിച്ച് ആ കനാലിലേക്ക് തന്നെ അതുങ്ങളെ ഇട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതുങ്ങളെ പിടിച്ചത്. പക്ഷേ ചത്ത് പോവാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷയൊന്നുമില്ലല്ലോ. അതുങ്ങളെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് തന്നെ ഞാൻ തിരിച്ചിട്ടു. ദേ നോക്കി എൻ്റെ ഹസ്ബൻഡ് എത്ര കഷ്ടപ്പെട്ട്. ഞാൻ ഹസ്ബൻഡ് എന്നല്ലാട്ടെ വിളിക്കാം, ഞാൻ മനുഷ്യാന്ന് വിളിക്കുക വീട്ടിൽ. അപ്പോൾ എനിക്കങ്ങനെ വിളിച്ചാണ് ഇഷ്ടം. ഞാൻ ആദ്യമൊക്കെ ചേട്ടാന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രേമിച്ച് കളങ്ങച്ചൂറാണേ. അപ്പോൾ ചേട്ടാന്ന് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മനുഷ്യനെന്നാക്കി.
മനുഷ്യനാക്കി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ, നമുക്കത് ശീലമായി. അപ്പോൾ പിന്നെ ഈ മനുഷ്യ എന്ന് തന്നെ ഞാൻ എപ്പോഴും അങ്ങനെ വിളിക്കുക. അപ്പോൾ ആളിതേ കഷ്ടപ്പെട്ട് 3-4 മണിക്കൂർ നേരം അങ്ങേര് മീൻ പിടിച്ചിട്ട് അതിനെ തിരിച്ചങ്കടന് ഇട്ടിട്ട് പോയി. എത്ര സമയം വേസ്റ്റ് ചെയ്തെന്നു. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് എന്താണെന്നറിയോ? വോട്ടിങ്ങിൻ്റെ അന്നാണ്. വോട്ടിങ്ങിൻ്റെ അന്ന് രാവിലെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പിന്നെ ഹസ്ബൻഡ് വോട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അന്നെടുത്ത വീഡിയോസ് തന്നെ. അപ്പോൾ ആൾ പോയി വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. കനാലിൽ എല്ലാ ദിവസമൊന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കൊല്ലത്തിൽ 3 വട്ടം കൂടെ വെള്ളം വീടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ വരാറുണ്ട്. എപ്പോഴൊന്നും വരാറില്ല, തോന്നുമ്പോൾ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. എനിക്കിഷ്ടമാണെങ്കിലും, എനിക്കല്ല ഇവർക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ വരാറില്ല. പിന്നെ ഒഴുക്ക് വെള്ളം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒഴുകി പോണ വെള്ളമല്ല, നിങ്ങൾ കാണില്ലേ, ഒഴുകി പോണ വെള്ളമായതുകൊണ്ട് നോ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങളല്ല കേട്ടോ, ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാൻ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ അല്ല. പക്ഷെ എനിക്ക് തോന്നി ഈ ഷോർട്സ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമില്ല, ലോങ്ങും കൂടെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഇനി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.